ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജിമെയിലിൽ നമ്മളൊരു ഫയൽ ഒരാൾക്ക് അയക്കുകയാണെങ്കിൽ അത് വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഒരു ഫയൽ നമ്മുടെ ജിമെയിലിൽ അയക്കുമ്പോൾ 25 MB മുകളിലുള്ള ഫയൽ നമ്മുടെ ജിമെയിൽ വഴി അയക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ സെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കണ്ടല്ലോ, 25 MB ലിമിറ്റേഷൻസ് കാണിക്കും. അതായത് 25 MB മുകളിലുള്ള ഫയൽ നമുക്ക് ജിമെയിൽ വഴി അയക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ 25 MB മുകളിലുള്ള ഫയൽ നമുക്ക് ജിമെയിൽ വഴി അയക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കുക. അതിനുശേഷം സെൻഡ് GB എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ കാണുന്ന സെൻഡ് GB എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്ന ഓപ്ഷൻ, അതായത് എൻ്റർ ഇമെയിൽ ടു സെൻഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആർക്കാണോ നമുക്ക് ഈ ഫയൽ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ജിമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന എൻ്റർ യുവർ ഇമെയിൽ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന യുവർ മെസ്സേജ് എന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, അതിന് തൊട്ട് താഴെ 7 days എന്ന് കാണാൻ കഴിയും സ്റ്റോറേജ് ടൈം. അതായത് ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് 7 ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന ഒരു സംഭവമാണ്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ 1 day, 3 day, 5 day അങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാണോ ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ആയി പോകേണ്ടത് എന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് 7 days തന്നെ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫയൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു വലിയൊരു ഫയൽ തന്നെ സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾ ഓർക്കുക, 25 MB ഉള്ള ഒരു ഫയലാണെങ്കിൽ ജിമെയിൽ വഴി നേരിട്ട് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാം. 25 MB മുകളിലോട്ടുള്ള ഫയലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സെൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 5 GB വരെയുള്ള ഫയലുകൾ സെൻഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് താഴെ കാണുന്ന ഷെയർ ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ, നമ്മുടെ ഈ ഫയൽ അവരുടെ ജിമെയിലിലേക്ക് സെൻഡ് ആവും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ചില കൂട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.